ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഐ എം സോറി എന്നാണോ പറയണ്ടേ? അതോ എക്സ്ക്യൂസ് മീ എന്നാണോ? അപ്പോൾ രണ്ടിനും വേറെ വേറെ അർത്ഥമാണ്, അല്ലേ? വേറെ വേറെ സാഹചര്യമാണ് ഉപയോഗിക്കേണ്ടത്. ഈ സോറി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, എക്സ്ക്യൂസ് മീ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായിരിക്കും നമ്മൾ ഈ എക്സ്ക്യൂസ് മീ പറയുക. അതായത് എൻ്റെ ഒരു അനുവാദമൊക്കെ ചോദിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ക്യൂസ് മീ പറയുക. ഒരബദ്ധം പറ്റിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും സോറി പറയാം. ഇതാദ്യം ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം, ഇവന്മാരെ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വല്ല ബസ്സിലൊക്കെ കയറി നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് എത്താറായാൽ അല്ലേ, നമുക്ക് എന്തായാലും ഇറങ്ങണം. തിരക്കുള്ള ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആളുകളോട് പറയും അല്ലേ, അതേ ഒന്ന് ഇച്ചിരി വഴി തരുമോ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, നമുക്ക് എന്താ ചോദിക്കേണ്ടേ, എക്സ്ക്യൂസ് മീ. അല്ല, നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലേ, അപ്പം അവരെ തടസ്സപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യമേ ആ ഒരു തടസ്സത്തിന് എന്താ പറയുക, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു അനുവാദമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, എക്സ്ക്യൂസ് മീ പറയാം. എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ എന്ന് വയ്ക്കുക. എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, ഒരിച്ചിരി ഒന്ന് മാറിത്തരാമോ, വഴി തരാമോ. അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ പ്ലീസ് ഗീവ് മീ സം വേ എന്ന് വയ്ക്കാം. എക്സ്ക്യൂസ് മീ പ്ലീസ് ഗീവ് മീ സം വേ, കുറച്ച് വഴി തരാമോ എന്ന് വയ്ക്കാം. അതുപോലെ നമുക്കറിയാത്ത ആളുകളോടൊക്കെ നമ്മൾ സമയം ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോഴും നമുക്ക് എന്താ പറയുക, ഈ എക്സ്ക്യൂസ് മീ വെച്ച് തുടങ്ങാം കേട്ടോ. എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ദ ടൈം. എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ ദ ടൈം. അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, വാട്ട്സ് ദ ടൈം എന്ന് വയ്ക്കാം. വാട്ട്സ് ദ ടൈം എന്ന് വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ കടയിലോ മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് അയാളുടെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ, എക്സ്ക്യൂസ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് എന്ന് വയ്ക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ഇത് എന്നെ ഒന്ന് ഇതിൽ സഹായിക്കാമോ. നമുക്ക് അറിയാത്തൊരു സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വഴി ചോദിക്കില്ലേ, അപ്പോഴിതുപോലെ നമ്മൾ എക്സ്ക്യൂസ് മീ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. അതായത് എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ വേർ ദ ബാങ്ക് ഈസ്. എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ വേർ ദ ബാങ്ക് ഈസ്. ബാങ്ക് എവിടെയാണ് എന്നൊന്ന് പറഞ്ഞുതരാമോ. ഏത് സ്ഥലമാവട്ടെ, മനസ്സിലായില്ലേ. അപ്പം നമ്മളൊരാളെ ഇൻറ്ററപ്റ്റ് ചെയ്യുമ്പം അയാളെ തടസ്സപ്പെടുത്തിയിട്ട് നമ്മൾ അയാളോട് എന്താ പറയുക, ഒരു കാര്യം ചോദിക്കുമ്പോൾ ഒരു അനുവാദം എന്നോണാണ് നമ്മൾ ഈ എക്സ്ക്യൂസ് മീനെ യൂസ് ചെയ്യണേ. അപ്പോൾ സോറി എവിടെയാണ് യൂസ് ചെയ്യണ്ടേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു അബദ്ധം പറ്റിയതിന് ശേഷം. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അത് അയാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ സോറി പറയാറല്ലേ. എനിക്കറിയാം ഇപ്പം നിങ്ങൾ എന്താ ചിന്തിക്കണേ, ആ ആദ്യത്തെ തുമ്മലല്ലേ ചിന്തിക്കണേ. തുമ്മാന്ന് പറയുമ്പം തുമ്മിക്കഴിഞ്ഞല്ലോ, എന്നിട്ട് അതിപ്പോൾ എന്താ സോറി ആണോ എക്സ്ക്യൂസ് മീ ആണോ എന്നൊരു ചോദ്യം വരാൻ കാരണം എന്ന് നിങ്ങളെ തലയിലൂടെ പോയിട്ടുണ്ടാവും. അത് നമുക്ക് വഴിയെ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വല്ല തിക്കിലും തിരക്കിലൊക്കെ, അല്ലെങ്കിൽ വേണ്ട, നോർമലി ഒരാളുടെ മേലിലൊക്കെ തട്ടിയാൽ നമ്മൾ പറയാറുണ്ടല്ലേ, ഓ ഐ എം സോ സോറി എന്ന് പറയാറുണ്ട്. ഐ എം സോ സോറി. അപ്പോൾ നമ്മളോട് ഒരു ടൈമിന് എത്താൻ പറയുമ്പോൾ നമുക്ക് ആ കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല, അപ്പോൾ നമ്മൾ പറയും അല്ലേ, സോറി ഐ എം ലേറ്റ്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ വൈകിപ്പോയി, സോറി ഐ എം ലേറ്റ് അല്ലേ, വൈകിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയണേ, അബദ്ധം പറ്റിയതുകൊണ്ടാണ് നമ്മൾ സോറി പറയണേ. ഇപ്പോൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ കയറി അവിടെ തടസ്സപ്പെടുത്തി, അവരുടെ സംസാരം തടസ്സപ്പെടുത്തി. പക്ഷെ നമുക്കൊരു കാര്യം പറയാനും ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം സോറി ടു ഇൻറ്ററപ്റ്റ് യു എന്ന് പറയാം. സോറി ടു ഇൻറ്ററപ്റ്റ് യു, നിങ്ങളെ തടസ്സപ്പെടുത്തിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി ടു ഇൻറ്ററപ്റ്റ് യു എന്ന് പറയാം. ഇനിയിപ്പോൾ രണ്ടുപേര് സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ നമുക്ക് അവരെ തടസ്സപ്പെടുത്തുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം അവരോട് പറയാനുണ്ട്. അപ്പോൾ തടസ്സപ്പെടുത്തുന്നതിന് മുൻപ് ഒരു അനുവാദം എന്നാണ് നമുക്ക് ഈ എക്സ്ക്യൂസ് മീ വെച്ചിട്ടും ചോദിക്കുക കേട്ടോ. എക്സ്ക്യൂസ് മീ ഫോർ ഇൻറ്ററപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ എം സോറി ഫോർ ദ ട്രബിൾ എന്ന് പറയാം. ഐ എം സോറി ഫോർ ദ ട്രബിൾ, അതായത് ഞാൻ കാരണം നിനക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ സോറി ചോദിക്കുന്നു. ഓക്കെ, സോ എന്ത് പറയാം, ഐ എം സോറി ഫോർ ദ ട്രബിൾ എന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ പറയുന്ന, നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതായത് മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് വാട്ട് എന്ന് വയ്ക്കാറുണ്ട് അല്ലേ. ആ വാട്ടിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ പറയുന്ന സോറി എന്ന് പറയുന്നത്. സോറി, ആ സോറി കേൾക്കുമ്പോൾ അവർക്കറിയാം അവർക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് കാര്യം അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമുക്ക് പറയാം സേ ദാറ്റ് അഗെയിൻ, പ്ലീസ് സേ ദാറ്റ് അഗെയിൻ, ഒന്നുകൂടെ പറയാമോ എന്നൂടെ ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോർമൽ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യത്തിന് നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ സോറി എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എന്ത് പറയാം, ഐ അപ്പോളജൈസ് ഫോർ ദ മിസ്റ്റേക്ക് എന്ന് പറയാം. ഐ അപ്പോളജൈസ് ഫോർ ദ മിസ്റ്റേക്ക്. ഓക്കെ,
നമ്മുടെ അടുത്ത് നിന്ന് ഒരു വലിയൊരു തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് കാരണം ഒരു വലിയ നഷ്ടം ഉണ്ടായി. അത് നമ്മുടെ ബോധത്തോടെയല്ല, പക്ഷെ അറിയാതെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അതിരുന്നാലും വലിയൊരു തെറ്റുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് പറയാം ഐ എം ടെറിബ്ലി സോറി എന്ന് പറയാം. ഐ എം ടെറിബ്ലി സോറി, അതായത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിൽ ഞാൻ അത്രയും ഖേദിക്കുന്നു എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. ഐ എം ടെറിബ്ലി സോറി എന്ന് പറയാം. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിൽ വൈകി, നമ്മൾ ആ ഒരു വൈകൽ നമുക്ക് വലിയൊരു നഷ്ടമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കിയതെങ്കിലും നമുക്ക് പറയാം ഐ എം ടെറിബ്ലി സോറി ഫോർ ദ ഡിലേ എന്ന് പറയാം. ഐ എം ടെറിബ്ലി സോറി ഫോർ ദ ഡിലേ. ഇത്രയേ ഉള്ളൂ സോറിയും എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചോദിക്കുന്നതാണ്. സോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതിന് ശേഷമാണ്. ഇപ്പോഴും നമ്മൾ കാര്യത്തിലോട്ട് വന്നിട്ടില്ല. നമ്മുടെ ആദ്യത്തെ ആ തുമ്മലല്ലേ, തുമ്മാതല്ലേ എന്താ ഇംഗ്ലീഷിൽ പറയാ? അതൊന്ന് ആദ്യം പറഞ്ഞ് എന്താ പറയാ? സ്നീസ് എന്നാണ് കേട്ടോ. സ്നീസ്. തുമ്മാന്നല്ലേ എന്താ പറയാ? സ്നീസ്. അപ്പൊ തുമ്മുമ്പോൾ മാത്രമല്ല, നമ്മളിപ്പോൾ കോട്ടുവായ ഇടില്ലേ, കോട്ടുവായ്ക്ക് യോണിങ് എന്നാ പറയാ കേട്ടോ. യോണിങ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മൾ ഏമ്പൊക്കെ ഇടാറില്ലേ, അപ്പോഴൊക്കെ നമ്മൾ എക്സ്ക്യൂസ് മീ പറയാ. അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, കഴിഞ്ഞത് ഇപ്പം കുറച്ച് മുന്നേ അല്ലേ പറഞ്ഞ്, കഴിഞ്ഞ കാര്യം പറയുമ്പോൾ സോറി പറയണ്ടേ, ഇതെന്താ ആകെ കൺഫ്യൂഷൻ ആണല്ലോ എന്നൊക്കെ. അവിടെ സോറി അല്ല, നമ്മൾ എക്സ്ക്യൂസ് മീ അവിടെ പറയാം. ഇപ്പം നമ്മൾ അറിയാതെ ഒരാളുടെ കാലിൽ ചവിട്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ അവർക്ക് നമ്മൾ കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ സോറി പറയും. എന്നാൽ ഈ തുമ്മുക, കോട്ടുവായിടുക, അല്ലെ എമ്പക്കിടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ വിചാരിച്ച് ചെയ്യണ കാര്യങ്ങളല്ലല്ലോ, അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യമാണല്ലോ. അതൊരിക്കലും ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, അവരെ വേറെ ഒരാളുടെ ശരീരത്തിൽ തട്ടോ മുട്ടോ ചെയ്യുന്ന പോലെയൊന്നും ആവുന്നില്ല. എന്നിരുന്നാലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു അന്തരീക്ഷത്തിൽ, ആ ഒരു ചുറ്റുപാടിൽ നമ്മൾ അറിയാതെ എവിടെയോ ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എല്ലാവരുടെയും ശ്രദ്ധ നമ്മളിലേക്ക് വരില്ലേ, അവർക്ക് ഇച്ചിരിയെങ്കിലും എവിടേക്കോ ഒരു തടസ്സം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു മാന്യതയാണ് ഈ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ കാര്യം വ്യക്തമായി എന്ന് വിശ്വസിച്ചോട്ടെ.